Hi. ഇനി നമ്മുടെ നെക്സ്റ്റ് ചാപ്റ്റർ ആണ് 20th ചാപ്റ്റർ ഫീൽഡ് ഓഫ് എലമെന്റ്സ് ആൻഡ് their compounds 2. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് 16th ഗ്രൂപ്പ്, 17th ഗ്രൂപ്പ് ആൻഡ് 18th ഗ്രൂപ്പ്, ഈ മൂന്ന് ഗ്രൂപ്പുകളാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതില് ഫസ്റ്റ് ടോപ്പിക് some characteristics properties of the elements of group 16. ഗ്രൂപ്പ് 16ലുള്ള എലമെന്റ്സിന്റെ കുറച്ച് ക്യാരക്ടേഴ്സ് പഠിക്കാൻ, എല്ലാ എലമെന്റ്സിന്റെ ഇല്ല, പക്ഷെ കുറച്ച് എലമെന്റ്സ്. സോ നമുക്ക് നോക്കാം. ഗ്രാഡേഷൻ ഫ്രം നോൺ മെറ്റാലിക് ടു മെറ്റാലിക്, അതായത് നോൺ മെറ്റാലിക്കിൽ നിന്നും മെറ്റാലിക്കിലേക്ക് ഇത് മാറും ഇതിനകത്തുള്ള എലമെന്റ്സ് ഗ്രൂപ്പ് 16. Then properties with increasing atomic number, അതിനകത്തുള്ള atomic number increase means top to bottom atomic number increase ആണല്ലോ. സോ അതുകൊണ്ട് തന്നെ നോൺ മെറ്റാലിക് ടു മെറ്റാലിക്കിലേക്ക് അത് ചേഞ്ച് ആവും. Then ഇതിനകത്ത് ഓക്സിജനും സൾഫറും ഫസ്റ്റ് രണ്ട് എലമെന്റ്സ് നോൺ മെറ്റാലിക്സ് ആണ്. Then സെലീനിയം ആൻഡ് PE സെമി കണ്ടക്ടേഴ്സ് ആണ്. Then PO പൊളേനിയം മെറ്റാലിക്കും ആണ്. ഓക്കെ, സോ ആ ഒരു 16 ഗ്രൂപ്പിലുള്ള എലമെന്റ്സിന്റെ ക്ലാസിഫൈ ആയിട്ടുള്ളതാണ്. അതിനകത്ത് നമുക്ക് ഓക്സിജൻ എടുക്കാം ഫസ്റ്റ്. അതായത് ഓക്സിജൻ എടുക്കുമ്പോൾ ഓക്സിജൻ നമുക്കറിയാം നമ്മുടെ O2 ഫോമിലാണല്ലോ ഉള്ളത്, അതായത് ഡൈ ഓക്സിജൻ ഫോം ആണത്. അതായത് അതിനെ നമുക്ക് ഇങ്ങനെയാണ് അത് റെപ്രസെന്റ് ആവുന്നത്, O ഡബിൾ ബോണ്ട് O. ഓക്കെ, discrete molecules ആണ്. Oxygen exists in the form of discrete molecules. Discrete molecules ഇങ്ങനെയാണ് ഓക്സിജൻ ഉള്ളത്. That means O ഡബിൾ ബോണ്ട് O ആണ് വരുന്നത്. Then അതിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കൊരു ടോട്ടൽ 5 മെത്തേഡ് ഉണ്ട് ആ ഒരു ഓക്സിജൻ പ്രിപ്പറേഷന് വേണ്ടിയിട്ട്. ഫസ്റ്റ് പ്രിപ്പറേഷൻ എന്ന് വെച്ചാൽ ബൈ ഹീറ്റിംഗ് ക്ലോറേറ്റ്, നൈട്രേറ്റ് ആൻഡ് പെർമാഗ്നേറ്റ്സ്. ക്ലോറേറ്റും നൈട്രേറ്റും പെർമാഗ്നേറ്റ്സും ഹീറ്റ് ചെയ്തിട്ട് നമുക്ക് ഓട്ടോ പ്രൊഡ്യൂസ് ചെയ്യും. അതായത് ഇവിടെ ക്ലോറേറ്റ് ഉള്ളതാണ്, ഇവിടെ മാഗ്നേറ്റ് ഉണ്ട്, ഇവിടെ നൈട്രേറ്റ് ഉണ്ട്. സോ ഇതിൻ്റെ അകത്ത് നോക്കുന്ന സമയത്ത് പെർമാഗ്നേറ്റ്സ് യൂസ് ചെയ്തിട്ട് ഇവിടെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്, ഇവിടെ 3 O2 വരുന്നുണ്ട്, ഇവിടെ O2, ഇവിടെ O2. ഈ ഡൈ ഓക്സിജൻ ആണ് നമുക്ക് കിട്ടുന്നത്. സോ ക്ലോറേറ്റ്, നൈട്രേറ്റ് ആൻഡ് പെർമാഗ്നേറ്റ്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഡൈ ഓക്സിജൻ കിട്ടുന്നുണ്ട്. ഓക്കെ, അതിന്റെ ഒരു പ്രിപ്പറേഷൻ അങ്ങനെയാണ്. നെക്സ്റ്റ് പ്രിപ്പറേഷൻ മീൻസ് ബൈ ഹീറ്റിംഗ് മെറ്റാലിക് ഓക്സൈഡ്. മെറ്റാലിക് ഓക്സൈഡ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കി 2HgO gives 2Hg plus O2. അവിടെ നമുക്ക് O2 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് 2Pp3O4 gives 2PPO plus O2. അവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ 2Ag2O gives 4Ag plus O2. ഓക്കെ, അവിടെ നമുക്ക് O2 കിട്ടുന്നുണ്ട്. മെറ്റൽസ് ആണ് ഇതെല്ലാം. ആ മെറ്റാലിക് ഓക്സൈഡ്സ് ആണ്. ഓക്കെ, മെറ്റാലിക് ഓക്സൈഡ്സ് ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് O2 കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ ദി ആക്ഷൻ ഓഫ് ബ്ലീച്ചിങ് പൗഡർ ഓൺ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷൻ. ബ്ലീച്ചിങ് പൗഡർ ഹൈഡ്രജൻ പെറോക്സൈഡ് സൊല്യൂഷനിൽ ഇടുന്ന സമയത്ത് നമുക്ക് O2 കിട്ടുന്നുണ്ട്. ഈ ഒരു ബ്ലീച്ചിങ് പൗഡർ ആയിട്ട് ആ ബ്ലീച്ചിങ് പൗഡറിൽ ഹൈഡ്രജൻ പെറോക്സൈഡ്, ഓക്കെ, ഈ ബ്ലീച്ചിങ് പൗഡർ ഹൈഡ്രജൻ പെറോക്സൈഡ് കിട്ടുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എന്താണ് 2O2 നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു തേർഡ് മെത്തേഡ്. ഫോർത്ത് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ ആക്ഷൻ ഓഫ് ഹോട്ട് ആൻഡ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് ഓൺ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് or potassium permanganate. Okay, അതായത് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് അതിലേക്ക് പൊട്ടാസ്യം ഡൈക്രോമേറ്റോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാഗ്നേറ്റോ ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടും ഈ 3O2 നമുക്ക് ഡൈ ഓക്സിജൻ കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മെത്തേഡ്, ലാസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ബൈ ദ ആക്ഷൻ ഓഫ് സോഡിയം പെറോക്സൈഡ് ഓൺ വാട്ടർ. സോഡിയം പെറോക്സൈഡും വാട്ടറോടെ മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് O2 കിട്ടും. സോഡിയം പെറോക്സൈഡ് പ്ലസ് വാട്ടർ ഗിവ്സ് 2NaOH പ്ലസ് O2 ഡൈ ഓക്സിജൻ നമുക്ക് അവിടെ കിട്ടുമ്പോൾ പ്രിപ്പറേഷൻ മെത്തേഡ്സ് ഇത്രയാണ്. ദെൻ മാനുഫാക്ചർ ഓഫ് ഓക്സിജൻ. ഓക്സിജന്റെ മാനുഫാക്ചറിങ് എങ്ങനെയാണ്?
ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ ഇലക്ട്രോളിസിസ് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ തന്നെ എയറിൽ നിന്നും നമുക്ക് കിട്ടും, മാനുഫാക്ചർ ചെയ്ത് എടുക്കാൻ പറ്റും. ദെൻ ഇതിന്റെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഓക്സിജൻ്റെ അത് കളർലെസ് ആണ്, ടേസ്റ്റ്ലെസ് ആണ്, ഓർഡർലെസ് ആണ്. ഓക്കെ, അതിന് സ്മെല്ലൊന്നുമില്ല. ദെൻ സ്ലൈറ്റ്ലി ഹെവി ദൻ എയർ, എയറിനേക്കാളും കുറച്ച് ഹെവിയർ ആണ്. ദെൻ പിന്നെ ലിക്വിഡ് ഓക്സിജൻ ആണെന്നുണ്ടെങ്കിൽ അതിന് ചെറിയൊരു കളർ ഉണ്ടാകും. അത് അതിന്റെ ഓരോ ലിക്വിഡ് ഓക്സിജനെ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ കളർ ചേഞ്ച് ആകും. ഡിഫറെന്റ് ബോയിലിംഗ് പോയിന്റിലും പല കളേഴ്സ് ആയിരിക്കും. ഒരു ബ്ലൂയിഷ് കളേഴ്സ് ആയിരിക്കും, പേൽ ബ്ലൂവോ അല്ലെങ്കിൽ സ്ലൈറ്റ് ബ്ലൂ, ബ്ലൂവിന്റെ ഷെയ്ഡിലുള്ള പല ടൈപ്സ് ഓഫ് കളേഴ്സ് ആണ് വരിക. ലിക്വിഡ് ഓക്സിജൻ ഈസ് paramagnetic and strongly attracted by magnet. Liquid oxygen paramagnetic ആണ്, അത് മാഗ്നറ്റ് ആയിട്ട് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. കെമിക്കൽ പ്രോപ്പർട്ടീസ്, combustion is much more brilliant in pure oxygen. ഓക്കെ, അതായത് ബേണിംഗ് ഒക്കെ നമുക്ക് ഇത് നടത്താൻ പറ്റും. കമ്പഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൈഡ്രജൻ ആ ഒരു പഠിക്കുന്ന സമയത്ത് അതിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തതാണ് കമ്പഷൻ. കമ്പഷൻ ഈ പ്യൂർ ഓക്സിജന്റെ കേസിൽ ഈ ഒരു ബേണിംഗ് അത് ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള ഭയങ്കര ബെസ്റ്റ് ആണെന്ന് പറയാം. ഗ്യാസ് oxidizes some substances at ordinary temperature and some at high temperature. Okay, അപ്പോൾ ഈ ഗ്യാസ് ഓക്സിഡൈസസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ചില സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്യാൻ പറ്റുന്നത് ഓർഡിനറി ടെമ്പറേച്ചറിലും പറ്റും, ചിലത് ഹൈ ടെമ്പറേച്ചറിലും പറ്റും. അപ്പോൾ ഓർഡിനറി ടെമ്പറേച്ചറിൽ നമുക്ക് സോഡിയം, നൈട്രജൻ ആൻഡ് ഫോസ്ഫറസ് ഇതെല്ലാം ഓർഡിനറി ടെമ്പറേച്ചറിൽ പറ്റുന്നതാണ്. ഹൈ ടെമ്പറേച്ചറിൽ പറ്റുന്നതാണ് കമ്പൈൻസ് വിത്ത് ഓൾമോസ്റ്റ് ഓൾ ദി എലമെന്റ്സ്. ഹൈ ടെമ്പറേച്ചറിൽ ഓൾമോസ്റ്റ് ഓൾ ദി എലമെന്റ്സുമായിട്ട് പറ്റും. To form compounds with the emission of much energy. The binary compounds so obtained are known as oxides. So അതിന്റെ ബൈനറി പ്രോഡക്ട്സ് ഒബ്റ്റെയിൻ ചെയ്യുന്നത് എന്തായിരിക്കും? ഓക്സൈഡ്സ് ആയിരിക്കും. ഓക്കെ, ഇനി അതിന്റെ യൂസസ് എന്തൊക്കെയാണ് ഓക്സിജൻ? നമുക്കറിയാം, മെഡിക്കൽ പർപ്പസിൽ യൂസ് ചെയ്യുന്നുണ്ട് ഓക്സിജൻ. In iron and steel industry, യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ റോക്കറ്റ് ഫ്യൂൽ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. then ടീച്ചിങ് പർപ്പസിൽ യൂസ് ചെയ്യും. then അതൊരു ലബോറട്ടറിയിലും പിന്നെ വേറെ ഒരുപാട് ഇൻഡസ്ട്രീസിൽ ഓക്സിജൻ ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ടും യൂസ് ചെയ്യും. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ടോപ്പിക് പോവാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓക്സിജൻ ആൻഡ് സൾഫർ. ഓക്കെ, നമുക്ക് ഓക്സൈഡ്സ് ഉണ്ട്. ഓക്സിജനും സൾഫറും നമ്മുടെ 16 ഗ്രൂപ്പ് എലമെന്റ് ആണ്. ആദ്യത്തെ 2 എലമെന്റ്സ് ആണ് അല്ലേ? ഓക്കെ, അതിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്സൈഡ്സ്. ഓക്സൈഡ്സിന്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. acidic oxides ഉണ്ട്, basic oxides, atmospheric oxides and neutral oxides. 4 types of oxides ആണ് ഉള്ളത്. അതിൽ acidic oxides എന്ന് പറഞ്ഞാൽ formed by non-metallic elements and some metals in higher oxidation states. അതായത് acidic oxides എന്ന് പറഞ്ഞാൽ അത് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? non-metallic elements and some metals in higher oxidation states. അതിനകത്തുള്ളതാണ് ഒരു acidic oxides എന്ന് പറയുന്നത്. basic oxides എന്ന് പറഞ്ഞാൽ metal combines with ore to form basic oxides. Basic oxides reacts with acid to form salt and water. Okay. So metal combines with oxygen. Metal combines with metals oxygen and combine ചെയ്യുമ്പോൾ basic oxides form ചെയ്യുന്നത്. ഈ ബേസിക് ഓക്സൈഡ്സ് റിയാക്ട് ചെയ്യുന്ന ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ആണ് സോൾട്ട് ആൻഡ് വാട്ടർ. ഓക്കെ, ദെൻ അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്സ്. അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്സ് ആണ് തേർഡ് വൺ. അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്സ് എന്താണ്? Some metallic oxides show the characteristics of both acid and basic oxides. ചില മെറ്റാലിക് ഓക്സൈഡ്സ് അതിന് acidic and basic oxidesന്റെ ക്യാരക്ടേഴ്സ് കാണിക്കും. രണ്ടിന്റെയും ക്യാരക്ടേഴ്സ് കാണിക്കും. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ഓക്സൈഡ്സ് ആണ്.
നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സിജൻ ആൻഡ് സൾഫർ. അതില് ഓക്സിജന്റെ ഓക്സൈഡ്സ് നമുക്കറിയാം, ഓക്സൈഡ്സ് അല്ലെ, ഓക്സിജൻ ഒരു മെറ്റൽ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഓക്സൈഡ്സ് കിട്ടുന്നത്. സോ ഈ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓക്സൈഡ്സ് 4 ടൈപ്സ് ഉണ്ട്. അസിഡിക് ഓക്സൈഡ്സ് ഉണ്ട്, ബേസിക് ഓക്സൈഡ്സ്, അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ് ആൻഡ് ന്യൂട്രൽ ഓക്സൈഡ്സ്. 4 ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ് ആണ് ഉള്ളത്. അതിനകത്ത് അസിഡിക് ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ acidic oxide formed by non-metallic elements and some metals in higher oxidation states. അതായത് അവിടെ ഓക്സിഡേഷൻ നടക്കുക എന്തിന്റെ കൂടെയാണ്? acidic oxides നോൺ മെറ്റാലിക് എലമെന്റ്സിലൂടെ ചില ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽസും ചില ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽസും നോൺ മെറ്റാലിക് എലമെന്റ്സും കൂടെ ഓക്സിജനായിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് acidic oxides ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ബേസിക് ഓക്സൈഡ്സ് ആണ്. Basic oxides എങ്ങനെയാണ്? Metal combines with oxygen to form basic oxides. Oxygen ആയിട്ട് മെറ്റൽസ് ഇവിടെ acidic oxide നോൺ മെറ്റൽസും പിന്നെ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റിലുള്ള മെറ്റൽസും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് ഓക്സിജൻ ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് acidic oxides വരുന്നത്. Basic oxides എന്ന് പറഞ്ഞാൽ metals combines with oxygen to form basic oxides. Metals ആണ്. Okay. Then basic oxides reacts with acid to form salt and water. Okay, ഒരു basic oxides acid ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോഴാണ് അതിന്റെ പ്രോഡക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക സാൾട്ടും വാട്ടറും ആയിരിക്കും. Then atmospheric oxides ആണ് next. The atmospheric oxides എന്ന് പറഞ്ഞാൽ some metallic oxides show the characteristics of both acidic and basic oxides. Both acidic and basic ഓക്സൈഡ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചില മെറ്റൽസ് കാണിക്കുന്നത്. ഒരു മെറ്റൽ തന്നെ ആസിഡിക്കും ബേസിക്കും ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കും ഓക്സൈഡ്സിന്റെ. അതിനെയാണ് നമ്മൾ അറ്റ്മോസ്ഫിയറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ന്യൂട്രൽ ഓക്സൈഡ്സ്. ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് പറഞ്ഞാൽ ദീസ് ഓക്സൈഡ്സ് ആർ neither acidic nor basic. ആസിഡിക്കും അല്ല ബേസും അല്ല. ഓക്കെ, സോ ഇതിനെയാണ് നമ്മൾ ന്യൂട്രൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. സോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഓസോൺ ആണ്. ഓസോൺ നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ, ഓസോൺ ലെയർ, ഓസോൺ ഡിവിഷൻ ഇങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടാവും. സോ എന്താണ് ഓസോൺ എന്ന് പറയുന്നത്? ഇറ്റ്സ് എൻ അലോട്രോപ്പ് ഓഫ് ഓക്സിജൻ. അതൊരു ഓക്സിജന്റെ അലോട്രോപ്പ് ആണ്. Ozone is formed around high voltage electrical installations. Ozone നമ്മൾ ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൈ വോൾട്ടേജ് ഇലക്ട്രിക് ഇൻസ്റ്റാളേഷൻ, ഒരു ഹൈ വോൾട്ടേജ് ഓഫ് ഇലക്ട്രിക് കൊടുക്കുമ്പോഴാണ് ആ ഒരു ഓസോൺ ഫോം ചെയ്യുന്നത്. Traces of ozone are formed in forest by decay of organic matters. ട്രേസ് ചെറിയ ഓസോണിൽ ചെറിയ പാർട്ടിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഒരു ഓർഗാനിക് മാറ്റേഴ്സ്, അതായത് ഫോറസ്റ്റിലെ ചില ഓർഗാനിക് മാറ്റേഴ്സ് ഡീക്കേ ചെയ്തിട്ട് അതിൽ നിന്ന് ഫോം ചെയ്യുന്നുണ്ട്. Ozone is prepared industrially by Siemens Ozonair. Okay, Siemens Ozonair എന്ന് പറയുന്നത് ഒരു എക്യുപ്മെന്റ് ആണ്. ആ ഒരു എക്യുപ്മെന്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇൻഡസ്ട്രിയലി ഓസോണിനെ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇനി ഓസോണിന്റെ സ്ട്രക്ചർ, ഓസോൺ എന്ന് വെച്ചാൽ O3 ആണ്. O3 അതിന്റെ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ആ രണ്ട് സ്ട്രക്ചറിലും ഓസോൺ ഉണ്ടാവും. ഓക്കെ, അത് ബി ടൈപ്പ് ആണ് അതിന്റെ ആ ഒരു സ്ട്രക്ചർ വരുന്നത്. ഇതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസും കെമിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട് ഓസോണിന്. ഓസോണിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ കളർ ഒരു പെയിൽ ബ്ലൂ ഗ്യാസ് ആണ്. ഓക്കെ, ഓസോൺ ഒരു പെയിൽ ബ്ലൂ ഗ്യാസ് ആണ്. അത് അതൊരു പെയിൽ ബ്ലൂ ലിക്വിഡ് ആയിട്ട് മാറും. എപ്പോഴാണെന്ന് അറിയോ? 161 K പെയിൽ ബ്ലൂ ലിക്വിഡ് ആവും. 161 K ആ ഒരു കെമിക്കലിന്റെ ഈ ഓസോണിന്റെ കളർ എന്ന് പറയുന്നത് പെയിൽ ബ്ലൂ ആയിരിക്കും. നോർമലി ഓസോൺ എന്ന് പറയുന്നത് പെയിൽ ബ്ലൂ ഗ്യാസ് ആണ്. പക്ഷെ 161 കെൽവിനില് ഓസോൺ ഒരു ലിക്വിഡ് ആവും. അതിന്റെ കളർ ഒരു പെയിൽ ബ്ലൂ ലിക്വിഡ് തന്നെയാണ്. ദെൻ അത് ഒരു അറ്റ് 80 K ആവുന്ന സമയത്ത്, ഒരു 80 കെൽവിൻ ആവുന്ന സമയത്ത് അത് ഫ്രീസ് ആവുന്നത്. അതിന്റെ കളർ എന്ന് പറയുന്നത് വയലറ്റ് ബ്ലാക്ക് സോളിഡ് കളർ ആയിരിക്കും. ഫ്രീസ് ആവുന്ന സമയത്ത് തിക്ക് ആവും, സോളിഡ് ഫോമിലേക്ക് മാറും. അപ്പൊ അതിന്റെ കളർ എന്ന് പറയുന്നത് വയലറ്റ് ബ്ലാക്ക് ആണ്. ഓക്കെ, വയലറ്റ് ബ്ലാക്ക് സോളിഡ് ആണ് വരുന്നത്. പിന്നെ 10 times soluble in water as oxygen. ഓക്കെ, അത് വാട്ടറിൽ സൊല്യൂബിൾ ആണ്. ഓക്സിജനേക്കാൾ കൂടുതൽ പെട്ടെന്ന് 10 times കൂടുതൽ സൊല്യൂബിൾ ആണ് വാട്ടറിൽ. ഇതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് അത് അൺസ്റ്റേബിൾ ആണ്.
then it gives nasal oxygen. Nasal oxygen അത് തരുന്നുണ്ട്. പിന്നെ ഈ ഓസോണിന്റെ കുറച്ച് വേറെ കാര്യങ്ങൾ ഒരു പ്രോപ്പർട്ടീസ് തന്നെയാണ് catalytic decomposition. Catalytic decomposition എന്ന് വെച്ചാൽ 2O3 നമ്മൾ 3O2 അതായത് decompose ചെയ്യണം O2 ആയിട്ട് decompose ചെയ്യും. Then oxidizing properties. Oxidize ചെയ്യുന്നതിന് O3 which is O2 plus O. Okay. Then oxonides. Oxonides പറഞ്ഞാൽ എന്താണ്? All unsaturated organic compounds combined with ozone to form unstable compounds called ozonides. ഈ എല്ലാ അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള കോമ്പൗണ്ട്സും ഓസോണുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതായത് അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ട്സ് ഓസോണുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് നമുക്ക് അൺസ്റ്റേബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സ് കിട്ടും. ഈ അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഈ ഒരു കോമ്പൗണ്ട്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഓസോണൈഡ്സ് എന്ന് പറയുന്നത്. The ozonides are hydrolyzed by water to give aldehydes or ketones or both. അപ്പോൾ ഈ ഒരു ഓസോണൈഡ്സ് ഹൈഡ്രോളൈസ്ഡ് വാട്ടറുമായിട്ട് ഹൈഡ്രോളൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? ആൽഡിഹൈഡ്സോ കീറ്റോൺസോ ആയിരിക്കും. ചിലപ്പോൾ ആൽഡിഹൈഡ്സും കീറ്റോൺസും നമുക്ക് കിട്ടും. ഓക്കെ, ദിസ് ടെക്നിക്സ് ഈസ് കോൾഡ് ഓസോണോലൈസിസ്. ഇതിനാണ് ഓസോണോലൈസിസ് എന്ന് പറയുന്നത്. അതിന്റെ യൂസസ് എന്തൊക്കെയാണ്? ഓസോണിന്റെ വാട്ടർ പ്യൂരിഫിക്കേഷൻ, എയർ പ്യൂരിഫിക്കേഷൻ, റിഫൈനിങ് ഓയിൽ, ഡ്രൈ bleach, then in industry and in laboratory. Laboratory industry ഒക്കെ യൂസ് ചെയ്യുമ്പോൾ വാട്ടർ പ്യൂരിഫിക്കേഷൻ, എയർ പ്യൂരിഫിക്കേഷൻ, and refining oil, dry bleach, and in industrial and laboratory uses. Okay, so in next topic go. Okay, here നമുക്ക് anaerobic forms of sulfur. Okay, anaerobic forms of sulfur എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4 ടൈപ്സ് ഉണ്ട്. aromatic sulfur, monoclinic sulfur, and amorphous sulfur, plastic sulfur. ഇത് 4 aromatic sulfur എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ more stable at room temperature. room temperature ഭയങ്കര സ്റ്റേബിൾ ആയിട്ടുള്ള സൾഫറിന്റെ ടൈപ്പാണ്. monoclinic sulfur എന്ന് പറഞ്ഞാൽ less stable, forms at higher temperature. less stable ആണ്, പക്ഷെ higher temperature വരെ ആണ് അത് ഫോം ആവുന്നത്. then amorphous sulfur എന്ന് പറഞ്ഞാൽ it's a non-crystalline form of sulfur that lacks a definite structure. Okay, ഒരു crystalline അതൊരു ഡെഫിനറ്റ് ആയിട്ടൊരു ഷേപ്പ് ഒന്നും ഇല്ല. ഓക്കെ, ഒരു നോൺ ക്രിസ്റ്റലൈൻ ആയിട്ടൊരു ഫോം ആണ്. then it typically soft soluble, like സോഫ്റ്റ് ആയിട്ടുള്ളൊരു ഭയങ്കര സോഫ്റ്റ് അല്ല, പക്ഷെ typically കുറച്ച് സോഫ്റ്റ് ആണ്. then rapid cooling of molten sulfur. നമ്മുടെ മോൾട്ടൺ ആയിട്ടുള്ള സൾഫറിന്റെ റാപ്പിഡ് പെട്ടെന്നുള്ളൊരു കൂളിംഗ് ആണ്. ഓക്കെ, then plastic sulfur എന്ന് പറഞ്ഞാൽ it is a type of amorphous sulfur. ഈ amorphous sulfur എന്ന് നമ്മൾ പറഞ്ഞു കുറച്ചൊരു സോഫ്റ്റ് ആയിട്ടുള്ള ടൈപ്പ്, ഹാർഡ് അല്ല, മീൻസ് നമുക്കൊരു എലാസ്റ്റിക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അതുപോലത്തെ ഒരു ടൈപ്പാണ്, കുറച്ചൊരു ഫ്ലെക്സിബിൾ ടൈപ്പാണ്. സോ അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് സൾഫറാണ് ഈ പ്ലാസ്റ്റിക് സൾഫർ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് വരുന്നത്? എലാസ്റ്റിക് ആൻഡ് റബ്ബറേ, അതൊരു എലാസ്റ്റിക്കോ റബ്ബറോ ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ. formed by heating sulfur in 200 degrees Celsius and rapidly cooling it in water. അതായത് സൾഫർ 200 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയിട്ട് പെട്ടെന്ന് അത് വാട്ടറിൽ കൂളാക്കുന്നതാണ്. അപ്പോഴാണ് നമുക്ക് ഈ പ്ലാസ്റ്റിക് സൾഫർ കിട്ടുന്നത്. ഓക്കെ, then next one, action of ketone sulfur. സൾഫറിൽ നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ സൾഫറിന്റെ ഹീറ്റ് ആകുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നോക്കാം. Rhombic and monoclinic sulfur melt to a yellow liquid. Rhombic monoclinic sulfur ഒരു യെല്ലോ ലിക്വിഡ് ആയിട്ട് മെൽറ്റ് ആവും, which convert into a monoclinic sulfur. അതൊരു monoclinic sulfur ആയിട്ട് മാറും ചെയ്യുന്നത്. The liquid darkens and become reddish brown as temperature increases. അപ്പോൾ ആ ഒരു ലിക്വിഡ് ഡാർക്കർ ആൻഡ് ഡാർക്കർ ആയിട്ട് ഒരു റെഡിഷ് ബ്രൗൺ കളറിലേക്ക് മാറും ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ ലിക്വിഡിന്റെ സൾഫറിന്റെ കളർ ഡിഫറെന്റ് ആവുന്നുണ്ട്. ഓക്കെ, then viscosity of the liquid sulfur increases as it forms long chain. Okay, ആ ഒരു ലോങ് ചെയിൻസ് ഫോം ചെയ്യുന്നതിനനുസരിച്ചിട്ട് ആ ലിക്വിഡ് സൾഫറിന്റെ വിസ്കോസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്. Okay, then rapid cooling of
heated sulfur can form plastic, that means elastic sulfur. പെട്ടെന്ന് കൂൾ ആവുന്നത് സൾഫറിനെ ഹീറ്റ് ചെയ്ത് സൾഫർ പെട്ടെന്ന് കൂൾ ആകുമ്പോൾ അതൊരു ഇലാസ്റ്റിക് സൾഫർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സൾഫർ ആയിട്ട് മാറുന്നു. ഇനി നമുക്ക് സൾഫറിന്റെ ഒന്ന് രണ്ട് ഫോംസ് നോക്കാം. സൾഫർ ഡയോക്സൈഡും പിന്നെ നമ്മൾ നോക്കുന്നത് സൾഫ്യൂരിക് ആസിഡ് രണ്ടും നോക്കും. അപ്പോൾ സൾഫർ ഡയോക്സൈഡിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് നോക്കാം. അത് ഒരു സൾഫർ ഡയോക്സൈഡ് ഒരു കളർലെസ് ഗ്യാസ് ആണ്, പക്ഷെ ഭയങ്കര ഷാർപ്പ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ് അതിന്. ഭയങ്കര പഞ്ചായത്ത്, പക്ഷെ ഒരു മോശം സ്മെല്ല്, നമുക്ക് ഇഷ്ടപ്പെടാത്ത ഒരു ടൈപ്പ് ഓഫ് സ്മെല്ലാണ്. ദെൻ റെഡ്യൂസിങ് ഏജന്റ് ആണത്, ദെൻ അസിഡിക് ഓക്സൈഡ് ആണ്, ബ്ലീച്ചിങ് ഏജന്റും ആണ്. ഇനി അതിന്റെ യൂസസ് എന്തൊക്കെയാണ് സൾഫർ ഡയോക്സൈഡിന്റെ? മാനുഫാക്ചർ ഓഫ് സൾഫ്യൂരിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ് ഉണ്ടാക്കാണ് ഈ സൾഫർ ഡയോക്സൈഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ റിഫൈനിങ് ഓഫ് ഷുഗർ ആൻഡ് കെറോസിൻ ഓയിൽ, അതായത് മണ്ണെണ്ണയും പഞ്ചസാരയൊക്കെ റിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൾഫർ ഡയോക്സൈഡ് ആണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഫുഡിന്റെ പ്രിസർവേഷന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ റെഫ്രിജറേറ്റ് ചെയ്യുന്ന ഒരു ലിക്വിഡ് സ്റ്റേറ്റിൽ റെഫ്രിജറേഷൻ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ബ്ലീച്ചിങ്, നമ്മുടെ വൂൾ സിൽക്ക് അങ്ങനെയുള്ള മെറ്റീരിയൽസ് ബ്ലീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. പേപ്പർ ഇൻഡസ്ട്രിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആസ് ആന്റിക്ലോ അതായത് ആന്റിക്ലോ, അതായത് ക്ലോറിൻ, നമ്മളിപ്പോൾ ബ്ലീച്ച് ചെയ്തൊരു മെറ്റീരിയൽ, എന്ത് മെറ്റീരിയൽ ആവട്ടെ, അപ്പോൾ ഒരു എക്സസ് ക്ലോറിൻ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമുക്കുള്ളത് സൾഫ്യൂരിക് ആസിഡ് ആണ്. സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആസിഡ് ആണ്. നമുക്കറിയാം സൾഫ്യൂരിക് ആസിഡ് ഭയങ്കര സ്ട്രോങ് ആസിഡ് ആണ്. സോ അതിന്റെ റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ ഫോം എന്ന് പറയുന്നത് H2SO4 ആണ്. പിന്നെ സ്ട്രോങ് മിനറൽ ആസിഡ് ആണത്. അതിന്റെ മാനുഫാക്ചറിങ് രണ്ട് മെത്തേഡിലാണ് ഈ സൾഫ്യൂരിക് ആസിഡ് മാനുഫാക്ചർ ചെയ്യുന്നത്. ബ്ലഡ് ചേമ്പർ പ്രോസസ്സും ഉണ്ട്, കോണ്ടാക്ട് പ്രോസസ്. ഈ രണ്ട് പ്രോസസ്സിലാണ് സൾഫ്യൂരിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ്, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഇപ്പം സൾഫർ ഡയോക്സൈഡ് ഒരു ഗേഷ്യസ് സ്റ്റേജിലുള്ള ഒന്നായിട്ടുണ്ടോ, പക്ഷെ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറഞ്ഞാൽ അതൊരു തിക്ക് കളർലെസ് ഓയിലി ലിക്വിഡ് ആണ്. ഒരു കുറച്ച് സ്റ്റിക്കി ആയിട്ടുള്ള, സ്റ്റിക്കി അല്ല, കുറച്ചൊരു കുറച്ച് തിക്കാണ്, ഓയിൽ പോലെയാണ്, കളർലെസ് ആയിട്ടുള്ള ഒരു ഓയിലി ലിക്വിഡ് ആണ്. അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത് 283.5 Kelvin ആണ്. Next, and a concentrated sulfuric acid dissolves in water with liberation of large amount of heat. അതായത് ഈ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്, ഭയങ്കര ഹീറ്റ് കൊടുക്കണം. അപ്പോൾ ആ ഒരു സൾഫ്യൂരിക് ആസിഡ്, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് വാട്ടറിൽ ഡിസോൾവ് ആവുന്നുണ്ട്. നോർമലി നമ്മളിപ്പം ഒരു വാട്ടറിലേക്ക് സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ സൾഫ്യൂരിക് ആസിഡിലേക്ക് 1-2 ഡ്രോപ്പ് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ അത് പൊട്ടി തെറിയത് ബേൺ ആവും, നമുക്കത് ഹാം ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ അതിന് കെമിക്കൽ പ്രോപ്പർട്ടീസ്. കെമിക്കൽ പ്രോപ്പർട്ടീസ് മെയിൻലി രണ്ട് പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്സിഡേഷൻ ഉണ്ട്, ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. ഓക്സിഡേഷൻ പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ അതിന്റെ മെറ്റൽ നോൺ മെറ്റൽ കോമ്പൗണ്ട്സ് എല്ലാവരുമായിട്ടുള്ളത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്. പിന്നെ ഡീഹൈഡ്രേഷൻ പ്രോപ്പർട്ടീസ് ഉണ്ട്. പിന്നെ അതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ, ഇൻഡസ്ട്രിയിൽ ഈ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ബാറ്ററിയിൽ സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്യുന്നുണ്ട്. ലബോറട്ടറി റിയേജന്റ്, ലബോറട്ടറിയിൽ അതിന്റെ ഒരു റിയേജന്റ് ആയിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് നെക്സ്റ്റ് ടോപ്പിക്. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് 17th ഗ്രൂപ്പിനെ കുറിച്ചിട്ടാണ്. സം ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ്, general characteristic properties of elements of group 7. Group 7 എന്തൊക്കെയുള്ളത്? ഫ്ലൂറൈൻ, ക്ലോറിൻ, ബ്രോമിയം, അയോഡിൻ, then Ap and Ps. ഇത്രയാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ മെമ്പേഴ്സും നോൺ മെറ്റാലിക് ആണ്. മെറ്റാലിക് അല്ല, നോൺ മെറ്റാലിക് ആണ്. ഫ്ലൂറിൻ ആൻഡ് ക്ലോറിൻ ആർ ഫെയർലി അബണ്ടന്റ്. പക്ഷേ ഫ്ലൂറിനും ക്ലോറിനും നമുക്ക് നമ്മുടെ നാച്ചുറൽ ഒരുപാടുണ്ട്, നമുക്ക് കിട്ടും. പക്ഷേ ബ്രോമൈൻ ആൻഡ് അയഡിൻ കുറവാണ്, നമുക്ക് അതിന്റെ അവൈലബിലിറ്റി കുറവാണ്. മറ്റ് ഫ്ലൂറിന്റെ ക്ലോറിന്റെ അവൈലബിലിറ്റി കൂടുതലാണ്, അബണ്ടന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫ്ലൂറിൻ ആൻഡ് ക്ലോറിനെ കുറിച്ചിട്ട് നോക്കാം. ഓക്കെ, ഫ്ലൂറിന്റെ നോക്കാം. ഫ്ലൂറൈൻ ഡിഫിക്കൽട്ട് ടു പ്രിപ്പയർ ഡ്യൂ ടു ഇറ്റ്സ് ഹൈ റിയാക്റ്റീവ് നാച്ചർ. അതിന്റെ ഹൈ റിയാക്റ്റീവ് നാച്ചർ ആയതുകൊണ്ട് തന്നെ അതിനെ പ്രിപ്പയർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
It is the strongest chemical oxidizing agent. അത് ഭയങ്കര സ്ട്രോങ്സ്റ്റ് നമ്മൾ മുമ്പേ പഠിച്ചതാണ് പി ബ്ലോക്ക് പഠിക്കുന്ന സമയത്ത് ഫ്ലൂറിൻ്റെത് കുറച്ച് അതിന്റെ ഓക്സിഡൈസിങ് ഏജന്റ് അത് കൂടുതലാണുള്ളത്. അത് ഭയങ്കര സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. ഇതിന്റെ കളർ എന്ന് പറയുന്നത് പെയിൻ യെല്ലോ കളറാണ്. ഇനി ക്ലോറിൻ നോക്കാം. ക്ലോറിൻ യൂഷ്വലി പ്രിപ്പയർഡ് ബൈ ദ ഓക്സിഡൈസേഷൻ ഓഫ് ക്ലോറൈഡ്സ് ബൈ സ്ട്രോങ് ഓക്സിഡൈസിങ് ഏജൻസ്. ഓക്കെ, നമുക്ക് ക്ലോറിൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്? Usually prepared by the oxidation of chlorides or chlorides-നെ oxidize ചെയ്യാൻ strong oxidizing agents യൂസ് ചെയ്തിട്ട് chlorides-നെ നമ്മൾ ഓക്സിഡേഷൻ ചെയ്യുന്ന സമയത്താണ് നമുക്ക് ക്ലോറിനെ കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ കളർ ഗ്രീനിഷ് യെല്ലോ കളറാണ് ഉള്ളത്. ഇത് നമുക്ക് പഠിക്കാനുള്ളത് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആൻഡ് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആൻഡ് ഹൈഡ്രോ ഹാലിക് ആസിഡ്. ഹൈഡ്രജൻ ഹാലൈഡ് ഉണ്ട്, ഹൈഡ്രോ ഹാലിക് ആസിഡ്സ് ഉണ്ട്. ഇതൊക്കെ സയന്റിഫിക് ഗ്രൂപ്പിനെ ആണ് കേട്ടോ നമ്മൾ പറയുന്നത്. അപ്പോൾ HF ഹൈഡ്രജൻ ഫ്ലൂറൈഡ്, HCl ഹൈഡ്രജൻ ക്ലോറൈഡ്, അതായത് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആണ് ഇതുണ്ടാവുക. ഓക്കെ, ഹൈഡ്രജൻ ബ്രോമൈഡ് ആൻഡ് ഹൈഡ്രജൻ അയോഡൈഡ്. ഓക്കെ, ഇതാണ് ഹൈഡ്രജൻ ഹാലൈഡ്സ്. ഓക്കെ, ഈ ഹൈഡ്രജൻ ഹാലൈഡ്സിന്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. അതിന്റെ അസിഡിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ താഴേക്ക് വരുന്നതോടും അതിന്റെ അസിഡിക് സ്ട്രെങ്ത് കൂടിക്കൂടി വരും. ഫ്ലോറിനേക്കാളും ഐ മീൻ HF-നേക്കാളും കൂടുതൽ അസിഡിക് ആണ് HCl, അതിനേക്കാളും അസിഡിക് ആണ് HBr, അതിനേക്കാളും അസിഡിക് ആണ് HI. ഓക്കെ, then അതിന്റെ ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് വാരി ഡ്യൂ ടു ഓക്സിജൻ ബോണ്ടിങ്. അതിന്റെ ഓക്സിജൻ ബോണ്ടിങ്ങിന് കിട്ടുന്നത് അതിന്റെ ബോയിലിംഗ് പോയിന്റ് വാരി ചെയ്യും. HF ഹാസ് ഹൈ ബോയിലിംഗ് പോയിന്റ്. അത് ഏറ്റവും ബോയിലിംഗ് പോയിന്റ് കൂടുതലുള്ളത് ഹൈഡ്രജൻ ഫ്ലൂറൈഡിനാണ്. അതിന്റെ യൂസസ് എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷനും ലബോറട്ടറി റിയേജൻസിനും വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ ഹൈഡ്രോ ഹാലിക് ആസിഡ്. ഹൈഡ്രോ ഹാലിക് ആസിഡിലും HCl ഉണ്ട്, HBr ഉണ്ട്, HI ആൻഡ് HF ഉണ്ട്. HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഓക്കെ, ഇവിടുത്തെ HCl എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ക്ലോറൈഡ് ആണ്. ഇത് ഹൈഡ്രജൻ ഹാലൈഡ്സ് ആയതുകൊണ്ടാണ് അത് ഹൈഡ്രോ ഹാലിക് ആസിഡ് ആയതുകൊണ്ടാണ് അത് ആസിഡ് ആണ്. ഓക്കെ, സോ അത് HCl hydrochloric acid, HBr hydrobromic acid, and HI hydroiodic acid, and HF hydrofluoric acid. അതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആസിഡിക് സ്ട്രെങ്ത് ഇതുപോലെ തന്നെയാണ്. ഡൗൺ ഗ്രൂപ്പിന്റെ ഡൗൺ വരുന്നതിനനുസരിച്ച് അതിന്റെ ആസിഡിക് സ്ട്രെങ്ത് ഇൻക്രീസ് ആവും. ആൻഡ് അതിന്റെ നേച്ചർ എന്ന് പറയുന്നത് കൊറോസീവ് നേച്ചർ ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ അതിന്റെ യൂസസും ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷന് വേണ്ടിയിട്ടും ലബോറട്ടറി റിയേജന്റിന് വേണ്ടിയിട്ടുമാണ് അത് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഓക്സൈഡ്സ് ആൻഡ് ഓക്സാസിഡ്സ് ഓഫ് ഹാലജൻസ്. ഹാലജൻസ് നമ്മൾ പഠിച്ചിരുന്നല്ലോ അല്ലെ, ഹാലൈഡ്സ് ഒക്കെ. അപ്പോൾ ഇവിടെ ഈ ഹാലജൻസ് ഐ മീൻ ഓക്സൈഡ്സും ഓക്സാസിഡ്സ് ഓഫ് ഹാലജൻസും ആണ്. ഓക്സാസിഡ്സ് ഓഫ് ഹാലജൻസും ആണ്. ഓക്കെ, ഓക്സൈഡ്സ് എന്ന് പറയുമ്പോൾ ക്ലോറിൻ ഓക്സൈഡ്, ബ്രോമൈൻ ഓക്സൈഡ്സ് ആൻഡ് അയോഡിൻ ഓക്സൈഡ്സ്. 3 ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ് ആണുള്ളത്. അപ്പോൾ അതിനകത്ത് ക്ലോറിൻ ഓക്സൈഡ്സ് എന്ന് പറയുന്നതിനകത്ത് Cl2O, ClO2, ClO6 ആൻഡ് Cl2O7 ഇതാണ് വരുന്നത്. ദെൻ ബ്രോമൈൻ ഓക്സൈഡ്സിനകത്ത് വരുന്നത് Br2O, Br2, ദെൻ അയോഡിൻ ഓക്സൈഡ്സിൽ I2O5 ഇതാണ് വരുന്നത് ഓക്സൈഡ്സുകൾ. ഓക്കെ, ഇതിന്റെ തന്നെ ഓക്സാസിഡ്സിൽ എന്തൊക്കെയാ വരുന്നത്? ക്ലോറിൻ ഓക്സാസിഡ്സ് വരുന്നുണ്ട്, ബ്രോമൈൻ ഓക്സാസിഡ്സ് വരുന്നുണ്ട്, അയോഡൈൻ ഓക്സാസിഡ്സ് വരുന്നുണ്ട്. ഓക്കെ, ഇത് 3 ഓക്സാസിഡ്സ് വരുന്നത്. ക്ലോറിൻ ആൻഡ് ക്ലോറിൻ, ബ്രോമിൻ ആൻഡ് അയോഡിൻ. അതിന് 3 വരുന്നത്. ഓക്കെ, ഫ്ലൂറിനുമായിട്ട് അവിടെ ഓക്സൈഡ്സും ഓക്സാസിഡ്സും ഒന്നും പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. പിന്നെ അതിന്റെ പ്രോപ്പർട്ടീസ് അതിന്റെ യൂസസ് നോക്കണം. അതൊരു ഓക്സിഡൈസിങ് ഏജൻസ് ആണ്. ഓക്കെ, ഓക്സിഡ്സ് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു ഓക്സിഡൈസിങ് ഏജന്റ് തന്നെയാണ് ഇരിക്കുന്നത്. പിന്നെ അതിന്റെ മറ്റു പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അതൊരു ഡിസിൻഫെക്ടന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ CFC കേട്ടിട്ടുണ്ടാവും അല്ലെ, ക്ലോറോ ഫ്ലൂറോ കാർബൺസ്. സോ നമ്മൾ ഏറ്റവും കൂടുതൽ CFC കേട്ടിട്ടുണ്ടാവുക ഓസോൺ റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഓസോൺ ഡിപ്ലീഷന് CFCയുടെ പങ്ക് വളരെ കൂടുതൽ. നമുക്കറിയാം നമ്മുടെ AC
റെഫ്രിജറേറ്റർ, ഇതിനൊക്കെ തന്നെ നമുക്ക് CFC റിലീസ് ആവുന്നുണ്ട്, CFC ഗ്യാസസ് പോകുന്നുണ്ട്. അപ്പോൾ അഫ്കോഴ്സ് ഇത് അറ്റ്മോസ്ഫിയറിലേക്കാണ് പോകുന്നത്, അവിടെ ഓസോൺ ലെയറുമായിട്ട് റിയാക്ഷൻ നടന്ന് അവിടെ അത് ഓസോണിൽ ബ്രേക്കപ്പ് വരുന്നുണ്ട്. സോ അത് നോക്കാൻ നമുക്ക് ഈ CFC എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്? ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട് ആൻഡ് കാർബൺ ഉണ്ട്. ഓക്കെ, അതാണ് CFCക്ക് നമ്മൾ വേറൊരു പേര് കൂടെ പറയുന്നത് ഫ്രെയോൺസ് എന്ന് പറയും. ഓക്കെ, പിന്നെ ഓസോൺ ഡിപ്ലീഷന്റെ കോഴ്സ് കൊണ്ട് പറഞ്ഞല്ലോ, അതുണ്ട്. ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ്. ഈ ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്താണ്? These are the chemicals formed by the reaction of two different halogens. രണ്ട് ഡിഫറെന്റ് ഹാലോജൻസ്. അപ്പൊ നമ്മൾ കണ്ടിവിടെ ഹാലോജൻസ് ഓക്സൈഡ്, ഈ ഹാലോജൻസ് അല്ലെ, ഈ ഹാലോജൻസ് രണ്ടെണ്ണം റിയാക്ഷൻ നടക്കുക, അതിനെയാണ് നമ്മൾ ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അതിന് കിട്ടുന്ന ഒരു പ്രോഡക്റ്റ്. ഓക്കെ, രണ്ട് ഹാലോജൻസ് തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ്, അത് കെമിക്കൽ, അതാണ് ഇന്റർ ഹാലോജൻ കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ നോബിൾ ഗ്യാസസ്. നോബിൾ ഗ്യാസസ് നമുക്കറിയാം, ഈ ഗ്രൂപ്പ് 18 ഹീലിയം ഉൾപ്പെടെയുള്ള ഗ്രൂപ്പ് 18, ഇവിടെ ഞാൻ ഹീലിയം എഴുതിയിട്ടില്ല, അപ്പൊ ഹീലിയം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഈ ഗ്യാസസിനെയാണ്, അത് കംപ്ലീറ്റ് ഗ്യാസസ് ആണ്, ആ ഗ്രൂപ്പ് 18 എലമെന്റ്സ് ആണ് നോബിൾ ഗ്യാസസ് എന്ന് പറയുന്നത്. സോ അത് 18 എലമെന്റ്സ് ആണ്, അതൊക്കെ ഗേഷ്യസ് എലമെന്റ്സ് ആണ്, പിന്നെ അത് വളരെ റെയർ ഗ്യാസസ് ആണ്. ഓക്കെ, നമുക്ക് ഭയങ്കര അവൈലബിൾ ആയിട്ടുള്ള ഗ്യാസസ് അല്ല, വളരെ റെയർ ഗ്യാസസ് ആണ് അതൊക്കെ. ഇതിന്റെ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ അത് അൺറിയാക്റ്റീവ് ആണ്. ദേ ആർ കെമിക്കലി inert. They are chemically inert due to their full outer energy level. Okay, അതിന്റെ ഔട്ടർ എനർജി ലെവല് ഫുൾ ആണ് എപ്പോഴും. 18 എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഇതിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ടർ എനർജി ലെവല് ഫുൾ ആയിരിക്കും. അതിനകത്ത് നമുക്ക് 7 എന്നായിരിക്കും. അപ്പം സെക്കൻഡ് ഓർബിറ്റിൽ നമുക്ക് 2, അപ്പം ഹീലിയത്തിൻ്റെ 2 ആണല്ലോ. അപ്പൊ അതിന്റെ ആ ഒരു ഒറ്റ ഓർബിറ്റുള്ളൂ, ആ ഓർബിറ്റിൽ ഫുൾ ആണ്, 2 ഉണ്ട്. ഹൈഡ്രജന്റെ കേസിൽ അത് 1 ഉള്ളൂ. ഓക്കെ, അതുപോലെ തന്നെയാണ് നിയോണിന്റെ കേസിൽ 2 and 8 വരുന്നുണ്ട്, 10 ആണ് വരിക. അങ്ങനെ എല്ലാതും അതിന്റെ ഫുൾ ഓർബിറ്റ്സും കംപ്ലീറ്റ് ഫുൾ ആയതുകൊണ്ട് തന്നെ അവിടെ അതൊരു അൺറിയാക്റ്റീവ് ആണ്, റിയാക്ഷൻസ് ഒന്നും തന്നെ നടക്കില്ല. അതായത് അതിന്റെ ഇലക്ട്രോൺസ് കൊടുക്കാനോ വാങ്ങിക്കാനോ ഒന്നും അതിലില്ല. പക്ഷെ റെയർ കേസസ് വരുമ്പോൾ സിയോണിലൊക്കെ നമുക്ക് റിയാക്ഷൻസ് നടക്കുകയും ചെയ്യുന്നുണ്ട്. ദെൻ ലോ റിയാക്ടിവിറ്റി ആണ്. They rarely form compound with other elements. വളരെ റെയർ ആയിട്ട് പറഞ്ഞത് സിയോൺ ഒക്കെ വളരെ റെയർ ആയിട്ട് കോമ്പൗണ്ട്സ് ഫോം ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഈ ചാപ്റ്റേഴ്സ് കാണുന്നത്, ചാപ്റ്റർ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചാപ്റ്റർ